ഹായ് ഹലോ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ സമൂസ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചെമ്മീൻ വെച്ചിട്ട് ഒരു അടിപൊളി സമൂസ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ചെമ്മീനിൽ ഇങ്ങനെ ഒരു ഫില്ലിങ് വെച്ചിട്ട് സമൂസ ഉണ്ടാക്കിയിട്ട് അങ്ങ് ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അത്ര ടേസ്റ്റ്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ നോക്കുന്നു. അപ്പോൾ ഫ്രൈ പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് എന്താ പറയുക 2-3 സവാള ഇങ്ങനെ പൊടിയായിട്ട് കട്ടാക്കിയിട്ട് എടുക്കണം ചോപ്പറിൽ. അപ്പോൾ പൊടിയായിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പാന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിന്. എന്നിട്ട് ഈ 2-3 സവാള പൊടിയായിട്ട് കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിട്ട് അപ്പോൾ ആ സവാള ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്തോളി. അപ്പോൾ നല്ല പോലെ ഇങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വഴറ്റിയിട്ടെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാള വഴറ്റുമ്പോൾ ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ടായി. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഉപ്പ് എന്ന് വെച്ചെങ്കിൽ ഈ മസാലയ്ക്ക് ആവശ്യത്തിൻ്റെ ഉപ്പ് മൊത്തം ഞാൻ ചേർത്ത് കൊടുത്തിന്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ചെമ്മീനെല്ലാം ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ടാകുമ്പോൾ വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നല്ല പോലെ വഴറ്റിയിട്ടായിട്ട് ഇതിലേക്ക് കറിവേപ്പിലാണ് പൊടിയായിട്ട് കട്ടാക്കിയിട്ടിട്ടിനെ, പിന്നെ 2 പച്ചമുളക് പൊടിയായിട്ട് കട്ടാക്കിയിട്ടിട്ടിനെ. എന്നിട്ട് നല്ല പോലെ ഇങ്ങനെ അതിൽ വഴറ്റിയിട്ടെടുക്കാം. എന്നിട്ടായിട്ട് നമ്മൾ ഒരു 1/4 kg ഇതെടുത്തിട്ടുണ്ട് ചെമ്മീൻ. അപ്പോൾ 1/4 കിലോ ചെമ്മീൻ നല്ല പോലെ ക്ലീൻ ആക്കിയിട്ട് കഴുകിയിട്ട് അതിൻ്റെ നടുവിലുള്ള മറ്റേ ഇതെല്ലാം എടുത്തിട്ട് കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ ചെമ്മീനെല്ലാം എടുത്തിട്ട് ഈ സവാളൻ്റെ ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല പോലെ ഇട്ടിട്ട് ഈ സവാളയും ചെമ്മീനും എല്ലാം കൂടിയിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇപ്പം ഞാൻ ഈ വഴറ്റിയിട്ടെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടായിട്ട് നല്ല പോലെ വഴറ്റിയിട്ടെല്ലാം ആയിട്ടായിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കണം. ആ ടൈമിൽ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിന്. അപ്പോൾ ലോ ഫ്ലെയിമിൽ കുക്കാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായി. അപ്പോൾ നല്ല പോലെ എന്താ പറയുന്ന ഈ ചെമ്മീൻ വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ നല്ലൊരു എന്താ പറയുന്ന 3/4 ഭാഗം കുക്കായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ വീണ്ടും കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് വീണ്ടും കുക്കാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ചെമ്മീൻ നല്ല പോലെ കുക്കായിട്ട് വരുന്ന ആ ഒരു ടൈമിൽ ഞാൻ ഇതിലേക്ക് ബാക്കി മസാല എല്ലാം ചേർത്ത് കൊടുക്കുന്നത്. മെയിനായിട്ട് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഞാനിപ്പോൾ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ മൊത്തം ചേർത്ത് കൊടുത്തിന്. നല്ല എരിവായിക്കോട്ട് എന്ന് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടീൻ്റെ അളവൊന്ന് കുറച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇട്ടിന്, നിങ്ങൾക്ക് 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക മൊത്തത്തിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നത്. ഇനിയിലേക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നു. 1 ടേബിൾ സ്പൂണോളം സോയാ സോസ്, ഡാർക്ക് സോയാ സോസാണ് ഒഴിച്ചിന്. എന്നിട്ട് നല്ല പോലെ എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഡാർക്ക് സോയാ സോസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കളർ ഡിമ്മായിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് സോയാ സോസ് ആയാലും പ്രശ്നമില്ല. അപ്പോൾ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ മല്ലിയില നല്ല ഫ്ലേവറല്ല, അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടാകുമ്പോൾ നമ്മുടെ എന്താ പറയുന്ന സമൂസൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീ ഓഫ് ആക്കിയിട്ട് കൊടുത്തിട്ടായിട്ട് കുറച്ച് നേരം ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചൂടെല്ലാം പോയതിൻ്റെ ശേഷം ഞാൻ ഈ മസാലേനെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നു. അപ്പോൾ എന്താ പറയുന്ന മൊത്തത്തിൽ ഒരു 5-6 സമൂസ ഉണ്ടാക്കുന്ന അത്ര ഫില്ലിങ് തന്നെ ഇപ്പോൾ നമുക്ക് ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ സമൂസ എല്ലാം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സവാളൻ്റെ എന്താ പറയുന്ന ക്വാണ്ടിറ്റി കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു മീഡിയം സൈസിലുള്ള 3 സവാള എടുത്തിട്ടുണ്ടായാലും അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി ഒരു 4-5 സവാള അങ്ങനെ എടുക്കുക. ഞാനിപ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതലിരിക്കട്ടെ അറിഞ്ഞിട്ട് അത്ര എടുത്തതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 5-6 സമൂസ തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായി. അപ്പോൾ മൊത്തത്തിൽ ഞാനിപ്പോൾ സമൂസ ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെ
ഏത് ഷേപ്പിൽ നിങ്ങൾ മടക്കിയെടുക്കില്ല ആ ഷേപ്പിൽ നിങ്ങൾക്ക് മടക്കിയെടുക്കുക. അപ്പോൾ അതിലേക്ക് ഫില്ലിങ് എല്ലാം വെച്ച് കൊടുത്തിട്ട് മടക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ മടക്കിയെടുക്കുന്നതെന്ന് വെച്ചെങ്കിൽ ഞാനിന്ന് എന്താ പറയുന്ന മറ്റേ മൈദാമാവൊന്ന് വെച്ചിട്ട് ഒട്ടിച്ചിട്ടൊന്നും എടുക്കുന്നതല്ല, ഈസി ആയിട്ട് നമ്മളെ വെള്ളം വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. അപ്പോൾ മൈദാമാവ് വെച്ചിട്ട് ഒട്ടിച്ചെടുത്തെങ്കിലേ ഇത്ര ക്രിസ്പി ആയിട്ട് കിട്ടലില്ല. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നതെന്ന് വെച്ചെങ്കിൽ എനിക്ക് ഇങ്ങനെ വെള്ളത്തിൽ ഒട്ടിച്ചെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ഒട്ടിച്ചെടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. മൈദാമാവിലാകുമ്പോൾ കുറച്ച് ക്രിസ്പിനെസ് കുറഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്, അങ്ങനെ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലെല്ലാം ഈച്ചെല്ലാം പാറുന്നുണ്ടാവും. അപ്പോൾ എന്ത് വിചാരിച്ചുകൊണ്ടാണ് ഒരു 2-3 ഈച്ച ഉണ്ട്, അത് ഞാൻ പണിയെടുക്കുന്നിടത്തേ വരും എപ്പോൾ നോക്കിയാലും. അപ്പോൾ ഇല്ലേ, ഇങ്ങനെ വെള്ളത്തിൽ ആരെങ്കിലും ഒട്ടിക്കാത്ത ആളുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് നോക്കുക. അപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെള്ളത്തിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കൽ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട് ഇങ്ങനെ വെള്ളത്തിൽ ഒട്ടിച്ചെങ്കിൽ. നിങ്ങൾ ഇങ്ങനെ വെള്ളത്തിൽ ഒട്ടിച്ചെടുക്കാത്ത ആളുണ്ടെങ്കിൽ ഒന്ന് എങ്ങനെയായാലും ഒട്ടിച്ചിട്ട് നിങ്ങൾ ഒന്ന് ട്രൈ ആക്കി നോക്കുക. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ മൊത്തത്തിൽ ഞാനിപ്പോൾ മസാല എല്ലാം ഇങ്ങനെ വെച്ചിട്ട് മടക്കിയിട്ട് മുഴുവനും സമൂസയും ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനില്ലേ മുമ്പ് കുറേ വീഡിയോ ഇട്ടിട്ടുണ്ടായി, 2 ചാനലിലും ഇട്ടിട്ടുണ്ടായിനിപ്പോൾ സമൂസനെ വെച്ചിട്ട് കുറച്ചിട്ട്. അപ്പോൾ സമൂസ എന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ കുറേ തരം സമൂസ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരേ ഫില്ലിങ് വെച്ചിട്ടല്ല, എല്ലാ തരം ഫില്ലിങ് വെച്ചിട്ടും ഇങ്ങനെ മാറി മാറിയിട്ട് സമൂസ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമായിട്ടുള്ളത് ഒന്ന് ചെമ്മീൻ സമൂസ, ഒന്ന് പിന്നെ മറ്റേ ചിക്കൻ സമൂസയാണ്. അപ്പോൾ ചിക്കൻ സമൂസ എന്ന് വെച്ചെങ്കിൽ 2-3 വെറൈറ്റി മസാലയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ മസാലയിലെങ്കിൽ നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ അങ്ങനത്തെ മസാല വെച്ചിട്ടല്ല, വേറൊരു കൊറിയൻ സ്റ്റൈലിലുള്ള അങ്ങനത്തെ കുറേ തരം മസാല വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കാണണമെന്ന് ആവശ്യമുള്ളവർ എൻ്റെ എന്താ പറയുന്ന 2 ചാനലിലും പോയിട്ട് കാണാട്ടോ. അപ്പോൾ ഞാൻ അതിലും മീലും 2ലായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേഗം ഞാൻ സമൂസ എല്ലാം ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ ഓയിൽ കൂട്ടിയിട്ട് അങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത്, അങ്ങനെ എടുക്കുക. ഞാനിപ്പോൾ കുറച്ച് ഓയിൽ കൂട്ടിയിട്ടാണ് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത്. എങ്ങനെ ഓയിൽ കൂട്ടിയിട്ട് ഫ്രൈ ആക്കി എടുത്തെങ്കിൽ ഇതാ നമ്മുടെ സമൂസ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ സമൂസ ട്രൈ ആക്കിയിട്ട് ക്രിസ്പി ആവാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ട്രൈ ആക്കി വെക്കുക. പിന്നെ എന്ന് വെച്ചെങ്കിൽ നല്ല ടേസ്റ്റിയോട് കൂടിയിട്ടും നല്ല എന്താ പറയുന്ന സ്പെഷ്യൽ മസാലയോട് കൂടിയിട്ടുള്ള സമൂസ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർ എൻ്റെ ചാനൽ പോയി